1990 റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയാണ് ലാൽ സലാം. വസ്തുതകൾ വളച്ചൊടിച്ച് സിനിമാറ്റിക് എലമെന്റുകൾ കൂട്ടിച്ചേർത്താണ് ചിത്രം വേണു നാഗവള്ളി ഒരുക്കിയത്. ടി.വി. തോമസ്, കെ.ആർ. ഗൗരിയമ്മ, വർഗീസ് വൈദ്യൻ എന്നീ 3 കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ജീവിതമാണ് ലാൽ സലാമിൽ ടി.കെ. ആന്റണി, സേതുലക്ഷ്മി, നെട്ടൂർ സ്റ്റീഫൻ എന്നീ കഥാപാത്രങ്ങളിലൂടെ വേണു നാഗവള്ളി അവതരിപ്പിച്ചത്. ഈ ചിത്രത്തെപ്പറ്റിയും ഒപ്പം ചീഫ് മിനിസ്റ്റർ കെ.ആർ. ഗൗതമി എന്ന സിനിമയെപ്പറ്റിയും നടി ഗീത പറയുന്ന വാക്കുകളാണിപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ലാൽ സലാമിലെ വളരെ പ്രധാനപ്പെട്ട സേതുലക്ഷ്മി എന്ന റോളാണ് ഗീത അവതരിപ്പിച്ചത്. രാഷ്ട്രീയ പ്രവർത്തകയും കേരളത്തിലെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന കെ.ആർ. ഗൗരിയമ്മയുടെ കഥാപാത്രമാണ് ഗീതയുടെ സേതുലക്ഷ്മി. ഇതിനുശേഷം കെ.ആർ. ഗൗരിയമ്മയുടെ ജീവിത സന്ദർഭങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ബാബു ചേർത്തല സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കെ.ആർ. ഗൗതമി. ചിത്രത്തിൽ കെ.ആർ. ഗൗരിയമ്മയുടെ കഥാപാത്രം അവതരിപ്പിച്ചതും ഗീത തന്നെയാണ്. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗീത കെ.ആർ. ഗൗരിയമ്മയെ കാണാൻ പോയ സംഭവം ഒരു മാധ്യമത്തിന് നൽകിയ പഴയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഈ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. നടി രോഹിണിക്കൊപ്പമുള്ള ഒരു അഭിമുഖത്തിലാണ് ഗീത ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. പഞ്ചാഗ്നി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും സംവിധായകൻ ഹരിഹരൻ പറയുന്നത് പോലെ ചെയ്തു എന്നുമാണ് ഗീത പറയുന്നത്. എന്നാൽ ചീഫ് മിനിസ്റ്റർ കെ.ആർ. ഗൗതമി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ താൻ കെ.ആർ. ഗൗരിയമ്മയെ പോയി കണ്ടിരുന്നു. കാരണം അവരുടെ ക്യാരക്ടർ തനിക്ക് അറിയണമായിരുന്നുവെന്നും ഗീത പറയുന്നുണ്ട്. 1-2 മിനിറ്റ് ഗൗരിയമ്മയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താൽ മതി, കുറെ കാര്യങ്ങളെല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ട് എടുക്കണമെന്നെല്ലാം ഗൗരിയമ്മ തന്നോട് പറഞ്ഞുവെന്നും ഗീത ഓർക്കുന്നു. അതിനു മുൻപാണ് ലാൽ സലാം എന്ന ചിത്രം ഗീത ചെയ്തിട്ടുള്ളത്. അന്ന് അതിൽ ചെയ്ത ക്യാരക്ടറും ഗൗരിയമ്മയുടെ കഥാപാത്രമായിരുന്നു. എന്നാൽ ചീഫ് മിനിസ്റ്റർ കെ.ആർ. ഗൗതമിയിലേക്ക് വരുമ്പോൾ അത് ഫുൾ ലെങ്ത് ക്യാരക്ടർ ആയിരുന്നത് കൊണ്ട് ഒരു തവണ ഗൗരിയമ്മയെ കാണണമെന്ന് ഡയറക്ടറോട് താൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അവരെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത് സിനിമയിൽ നിങ്ങളെല്ലാം കുറച്ചധികം ചേർക്കും, അങ്ങനെയൊന്നും ചേർക്കരുത്, ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, എന്നെ വെച്ച് അങ്ങനെയൊന്നും അവർ എടുക്കില്ല എന്നാണ് ഗീത ഗൗരിയമ്മയോട് പറഞ്ഞത്. സിനിമ റിലീസായ ഉടനെ ഗൗരിയമ്മയെ കാണിക്കണമെന്നും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഗൗരിയമ്മയ്ക്ക് സിനിമ കാണിച്ചു കൊടുത്തെന്നും സിനിമ ഗൗരിയമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുവെന്നും പ്രൊഡ്യൂസർ പറഞ്ഞതായും ഗീത പറയുന്നുണ്ട്. എന്നാൽ ലാൽ സലാം ചെയ്യുന്ന സമയത്ത് തനിക്ക് ക്യാരക്ടറിനെ കുറിച്ച് അധികം അറിയില്ലായിരുന്നു. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നല്ല ക്യാരക്ടറാണ് തനിക്ക് കിട്ടിയതെന്ന് മനസ്സിലായതെന്നും ഗീത പറയുന്നുണ്ട്. മലയാള സിനിമയിൽ നിരവധി റോളുകളിലൂടെ ഞെട്ടിപ്പിച്ച നടി ഗീത തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തമിഴ് സിനിമയായ ഭൈരവിയിൽ നായിക കഥാപാത്രമായി കൊണ്ടാണ്. മലയാളത്തിൽ ഗീത ആദ്യമായി ചെയ്ത സിനിമ ഗർജനമാണ്. തുടർന്ന് ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നിയിലും പ്രധാന വേഷം തന്നെ ഗീത ചെയ്തു. ഗീതയ്ക്ക് വലിയ അഭിപ്രായങ്ങൾ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു പഞ്ചാഗ്നി. തമിഴിലും തെലുങ്കിലും തിളങ്ങിയ ഗീതയ്ക്ക് മലയാളത്തിലാണ് ക്യാരക്ടർ വേഷങ്ങൾ കൂടുതലായി ലഭിച്ചത്. പഞ്ചാഗ്നിക്ക് ശേഷം സുഖമോ ദേവി, ക്ഷമിച്ചു എന്നൊരു വാക്ക്, രാരീരം, ആവനാഴി, അമൃതം ഗമ്യ, നായർ സാബ്, ലാൽ സലാം, അഭിമന്യു, അയർ ദ ഗ്രേറ്റ്, പാരലൽ കോളേജ് തുടങ്ങി മലയാളത്തിലെ എല്ലാ പ്രമുഖ നടന്മാർക്കൊപ്പവും അഭിനയിക്കാനും ഗീതയ്ക്ക് സാധിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.